നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ജി ഹോസ്പിറ്റൽ. നമുക്കിന്ന് അണ്ഡാശയ അർബുദത്തെ പറ്റി ഒന്ന് കൂടുതലായി മനസ്സിലാക്കാം. ഈ അണ്ഡാശയ അർബുദം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളിൽ കാണുന്ന ഒരു അർബുദമാണ്. പ്രായമായ സ്ത്രീകളിലാണ് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് നമുക്കിതിപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് മാമോഗ്രാം ഉണ്ട്. പക്ഷേ ഈ അണ്ഡാശയ അർബുദത്തിനെ നേരത്തെ കണ്ടെത്താനായി നിലവിൽ നമുക്ക് ടെസ്റ്റുകളില്ല. അതുകൊണ്ട് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രധാനമായിട്ട് 4 രോഗലക്ഷണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ബ്ലോട്ടിംഗ്, അതായത് വയറ് വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ. യൂറിനറി കംപ്ലയിൻസ്, ഇടയ്ക്കിടയ്ക്ക് മൂത്ര യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ. മറ്റേത് ഏർലി സെറ്റൈറ്റി, അതായത് കുറച്ച് കഴിച്ചാൽ തന്നെ മതിയെന്ന് തോന്നുന്ന അവസ്ഥ. പെൽവിക് പെയിൻ, അതായത് അടിവയർ വേദന. ഇതെല്ലാം കുറേ നാളിങ്ങനെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസത്തിൽ പകുതി ദിവസവും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും ഡോക്ടറിനെ കാണണം. ഇത് ഗ്യാസാണ്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിലാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കാതെ നിർബന്ധമായും ഡോക്ടറിനെ കാണണം. ഇങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു സ്കാനിങ് അഡ്വൈസ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഓവറിയിൽ എന്തെങ്കിലും തടിപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം പ്രധാനമായിട്ടും ഈ 4 സിംറ്റംസ് മറക്കാതിരിക്കുക. വയറ് വീർത്ത് കെട്ടി വരുന്ന അവസ്ഥ, മൂത്രം പോകുന്നതിൽ തടസ്സം അനുഭവപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ, കുറച്ച് കഴിച്ചാൽ തന്നെ മതിയെന്ന് പോകുന്ന അവസ്ഥ, അടിവയർ വേദന, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണുക, സ്കാൻ എടുത്ത് നോക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. പല ലാബുകളിലും ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഓവേറിയൻ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താമെന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഓവേറിയൻ ക്യാൻസറിനെ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ആയി വരുന്ന ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓവേറിയൻ ക്യാൻസറിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ജനറൽ പോപ്പുലേഷൻ്റെ എല്ലാവർക്കും ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഓവേറിയൻ ക്യാൻസറിനെ കണ്ടെത്താനായി സാധിക്കുന്നതല്ല. ഇനി ഓവേറിയൻ ക്യാൻസർ ഇങ്ങനൊരു സംശയം, നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുന്നതാണ് പതിവ്. ആദ്യം ചെയ്യുന്ന സ്കാൻ അൾട്രാസൗണ്ട് സ്കാനാണ്. ഈ സ്കാനിൽ ഇങ്ങനൊരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ, നമുക്കങ്ങനെ ഒരു സംശയമുള്ളൊരു തടിപ്പാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു CT സ്കാൻ എടുത്ത് നോക്കുന്നു, കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് സർജറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള ഒരു മുഴയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സർജറിയിലേക്ക് പോകുന്നു. ചില അവസ്ഥകളിൽ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ബയോപ്സി എടുത്ത് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് തുടർന്നുള്ള ചികിത്സ നമ്മൾ ചെയ്യുന്നത്. ഈ അണ്ഡാശയ അർബുദത്തിനും ഇപ്പോഴും ഒത്തിരി നൂതനമായ ട്രീറ്റ്മെൻറ്റ് രീതികൾ വന്നിട്ടുണ്ട്. പണ്ടെല്ലാം കീമോതെറാപ്പി മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കീമോതെറാപ്പി മാത്രമല്ല, കീമോതെറാപ്പിയോടൊപ്പം ടാർഗറ്റഡ് തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ രീതിയിൽ നല്ല രീതിയിൽ അണ്ഡാശയ അർബുദത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ അണ്ഡാശയ അർബുദം ഉള്ള സ്ത്രീകളെല്ലാം നമ്മൾ ഒരു ജനറ്റിക് ടെസ്റ്റിങ്ങും ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ട് അണ്ഡാശയ അർബുദം വന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിംഗ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കേണ്ടതായി പറയുന്നൊരു കാര്യം, ഈ സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബ്ലോട്ടിംഗ്, യൂറിനറി കംപ്ലയിൻസ്, വയറ് നേരത്തെ നിറയുന്ന അവസ്ഥ, അടിവയർ വേദന, ഈ സിംറ്റംസ് നിരന്തരം നിൽക്കുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറിനെ കാണുക. അണ്ഡാശയം അർബുദമില്ല എന്നുള്ളത് ഉറപ്പാക്കുക.